essential elements of maps. So observe the maps given below. In the above map of Kerala, A, B, C, D, E, and F indicate all the essential elements of a map. അപ്പോൾ ഇതില് ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതില് ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറ്റ്ലസിലുള്ളതായാലും അല്ലെങ്കിൽ ഏത് മാപ്പ് എടുത്താലും അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്. ഇതൊക്കെ ഒരു കോമൺ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാപ്പ് 6.1 and the table 6.1 is essential elements of the map can be identified easily. അപ്പോൾ ഇത് വെച്ചും കൊണ്ട് നമുക്ക് ഈ ഒരു മാപ്പിനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും, നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാനും പറ്റും. ഇപ്പോൾ ഫസ്റ്റ് വൺ എ, ടൈറ്റിൽ. ഇതിൽ എ എവിടെ കിടക്കുന്നു നോക്കിയേ, കണ്ടോ? അതായത് കേരള ഫിസിയോഗ്രഫി എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് എ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹെഡിങ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് മാപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് തന്നെയാലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മാപ്പ് വരയ്ക്കുകയാണ്, അല്ല എങ്കിൽ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനോ എന്തെങ്കിലും നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴി അങ്ങനെ എന്തെങ്കിലും വരയ്ക്കുകയാണെന്ന് വെക്കുക. സ്റ്റിൽ we have to mention which what is the ഓക്കെ. അപ്പൊ അപ്പൊ നമ്മള് ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന്റെ ടൈറ്റിലാണ്. ബിക്കോസ് ദെൻ ഓൺലി വി ക്യാൻ ഐഡന്റിഫൈ വിച്ച് മാപ്പ് ഇസ് ദിസ്. ഇത് എന്താണെന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാപ്പിന് ഒരു പേര് വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്കൂളിലത്തേക്കുള്ള ഇത് വരയ്ക്കുകയാണെന്ന് വെക്കുക, പ്ലാനോ എന്തെങ്കിലും വരയ്ക്കുകയാണെന്ന് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു മാപ്പ് വരയ്ക്കുന്നു എന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെയും അതിന് നിങ്ങളൊരു ഹെഡിങ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്നത് ഇന്നോട്ടുള്ള മാപ്പാണ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വി കനോട്ട് ഐഡന്റിഫൈ വാട്ട് ഈസ് ദാറ്റ്. ഇപ്പൊ നമ്മൾ ആലോചിക്കാം ഇത് ഏതാ സ്ഥലം എന്താ സ്ഥലം ഒന്നും അറിയത്തില്ല. സോ the title is very important. Next, B, scale. The scale എന്ന് പറയുന്നത് നോക്കിക്കോ. ഓക്കെ, ഇത് കണ്ടോ? സ്കെയിൽ എന്ന് പറയുന്നത് ഇത് ഈ ഒരു മാപ്പ് നമ്മളിപ്പോ ഒരു വലിയൊരു സ്പേസിനെ കുഞ്ഞൊരു പേപ്പറിലാണ് വരയ്ക്കുന്നത്. അപ്പോ നമുക്ക് കാണേണ്ടത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് നോക്കണം. അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര എന്താ പറയുക എത്ര കിലോമീറ്റർ, അല്ലെങ്കിൽ എത്ര ദൂരം എന്നുള്ള ആ ഒരു ഇതാ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ 0 to 100, അതായത് 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ അവർ കൊടുത്തിരിക്കുന്ന 100 കിലോമീറ്റേഴ്സ് ആണ്. ബിക്കോസ് കേരള ഇസ് ഹ്യൂജ്, കേരള അത്രയ്ക്ക് വലുതാണ്. അപ്പോ അവർ ആ ഒരു മാപ്പിൽ കൊടുത്തിരിക്കുന്നത് അവർ കൺസിഡർ ചെയ്യുന്നത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ. കണ്ടോ, ഇതെല്ലാം മില്ലിമീറ്റർ ആട്ടോ. അതായത് ഇതിന്റെ 25 മില്ലിമീറ്റർ, അടുത്ത 50 മില്ലിമീറ്റർ, അടുത്ത 100. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ. അടുത്ത സി, ഡയറക്ഷൻ. ഇതിൽ ഏത് ഡയറക്ഷൻ ആണ്, എങ്ങോട്ടാണ്? ഇപ്പൊ നോർത്ത് ഏത്, വെസ്റ്റ് ഏത്, ഈസ്റ്റ് ഏത്, സൗത്ത് ഏത്, അത് അത്രേ ഉള്ളൂ. മിക്ക മാപ്പുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നോർത്ത് ഏതെന്നായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് ഈ ഒരു പൊസിഷനില്, അതായത് ഇതിന്റെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഇവിടെ N എന്ന് കൊടുത്തിരിക്കും. N-ഉം ഒരു ആരോയും കൊടുത്തിട്ട് അത് ഏത് ഡയറക്ഷൻ ആണെന്ന് കൊടുത്തിരിക്കും. നോർമലി ഈ ഒരു സംഭവം ഇപ്പൊ ഈ ഒരു പടത്തിൽ ഇവർ കൊടുത്തിട്ടില്ലേ, ഈ സി നോക്കിക്കേ. അപ്പൊ ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് പോലെ അത് കൊടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ N എന്ന് അവരെ അടയാളപ്പെടുത്തിയിരിക്കും, അത് അതിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത് ഡി, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ഇത് എത്ര ഡിഗ്രി? ഹലോ സാർ ഒന്ന് കേട്ടൂടാ? ഹലോ സാറേ ഒന്ന് കേട്ടൂടാ? അപ്പൊ സി എന്ന് പറയുന്നത് അതൊരു ഡയറക്ഷൻ. അടുത്ത് ഡി എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. നമുക്കറിയാം ഇത് എത്ര ഡിഗ്രി നോർത്ത്, എത്ര ഡിഗ്രി വെസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതവര് കൊടുത്തിരിക്കും.
നോക്കിയേ കണ്ടോ, ഇതാ ഇത് എത്ര ഡിഗ്രി ആണ്, അല്ലെങ്കിൽ 10 ഡിഗ്രി നോർത്ത്, 11 ഡിഗ്രി നോർത്ത്. അപ്പോൾ അത് ലോഞ്ചിറ്റ്യൂഡ് ആണോ ലാറ്റിറ്റ്യൂഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് കൺവെൻഷണൽ സിമ്പിൾസ് ആൻഡ് കളേഴ്സ്. ഇ ഇവിടെ കിടക്കുന്നു ഇ, റൈറ്റ്. അപ്പൊ ഇത് നോക്കിയേ, ഇ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾസ്, കളേഴ്സ് ആൻഡ് സിമ്പിൾസ്. ഇപ്പൊ ഓരോ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അറിയാൻ പറ്റും ഓരോ മാപ്പിനും ഓരോ രീതി ആയിരിക്കും. ഇപ്പൊ ഇത് ഒരു ഫിസിയോഗ്രഫി മാപ്പ് ആയതുകൊണ്ടാണ് ഇതിൽ കണ്ടോ, ഇത് ഹൈലാൻഡ്, ലോ ലാൻഡ്, മിഡ് ലാൻഡ് എന്നുള്ള കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു 3 കളർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ മാപ്പിലും ഓരോ രീതിയിൽ, ഇപ്പൊ ക്ലൈമറ്റ് ആണെങ്കിൽ ക്ലൈമറ്റിന്റെ ആ ഒരു ചേഞ്ചിനനുസരിച്ചുള്ള ആ ഒരു കളർ ചേഞ്ച് ആവും. ആ രീതിയിൽ ഓരോന്നും ഓരോ രീതിയിൽ. അപ്പൊ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെ ആ ഒരു കളർ, അല്ലെങ്കിൽ അതില് ഉള്ള ഇപ്പൊ ബൗണ്ടറീസ് ആണെങ്കിൽ ഇപ്പോ കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്ട് അനുസരിച്ചും അവിടെ ബൗണ്ടറീസ് വരച്ചിരിക്കും. അപ്പോ എന്നിട്ട് അത് വെച്ച് മനസ്സിലാക്കും, അപ്പൊ ഇത് ബൗണ്ടറീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഈ സ്റ്റേറ്റിന്റെ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, അതായത് തമിഴ്നാട് കേരള വിഭജിക്കുന്ന ആ ഒരു എന്താ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ബോർഡർ, അവിടെ കട്ടിക്ക് ലൈൻ കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം അത് ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് ബോർഡേഴ്സ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കുറച്ചുകൂടെ നൈസ് ആയിട്ട് കൊടുത്തിരിക്കും ഡിസ്ട്രിക്ട്സ്, അപ്പൊ അത് മനസ്സിലാക്കാൻ ഡിസ്ട്രിക്ട്സ് ആണ്. അപ്പൊ ഓരോ രീതിയും, അതായത് ഓരോ മാപ്സിലും ഓരോ രീതി അവർ കൊടുത്തിരിക്കുന്നതും ഓരോന്നിനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത് എഫ് ഇൻഡെക്സ്. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആട്ടോ. അതായത് ഇപ്പോ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കൊരു മാപ്പിന് ഏറ്റവും പ്രധാനമായിട്ട്, ഇതിപ്പോ കളർ കൊടുത്തിരിക്കും ഇതെല്ലാം ശരി തന്നെ, പക്ഷെ അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു ഇൻഡെക്സ് വേണം. ഇപ്പൊ കോസ്റ്റൽ ഏരിയ, മിഡ് ലാൻഡ്, ഹൈലാൻഡ്. അപ്പൊ 7.6 മീറ്ററിന് താഴെ ആണെങ്കിൽ അത് കോസ്റ്റൽ ഏരിയ. അത് കഴിഞ്ഞിട്ട് 7.6 to 76 ആണെങ്കിൽ അത് മിഡ് ലാൻഡ്. അത് 76 മീറ്ററിന് മുകളിലാണെങ്കിൽ നമുക്ക് ഹൈലാൻഡ് എന്നുള്ള രീതിയിൽ. അപ്പോ അത് ഓരോന്നിനും ഓരോ, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ മാപ്പാ. അപ്പൊ നിങ്ങൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിലിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ അന്നൊരു മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇപ്പോ അതിലിപ്പോ എന്ത് പറയാനാ, എന്ത് മാപ്പാ ഞാൻ കാണിച്ചു തന്നെ, ഓരോന്നായിട്ട് ഇത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ, ഓരോ ഷേപ്സ്, ഓരോ സ്ക്വയർ, ഓരോ റെക്ടാങ്കിൾ, ഇന്ന കളർ, ഇന്ന സാധനം. ആ രീതിയിൽ ഞാൻ ഒരു മാപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതേതായിരുന്നു? ഏതായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ ഒരു മാപ്പ്, അതില് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇതൊക്കെ. ഇൻഡസ്ട്രി. അപ്പൊ സ്റ്റീലിൻ്റെത് ഇവിടെ ഇന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് ഇപ്പൊ ട്രയാങ്കിൾ, അത് കഴിഞ്ഞിട്ട് ട്രയാങ്കിളിന്റെ ഗ്രീൻ ആണെങ്കിൽ ഇന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് നമ്മൾ ഇവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് എന്തൊക്കെയാണ്, ഇപ്പൊ 3 കളറുണ്ട്, ഓക്കെ, ചുവപ്പ്, പച്ച, മഞ്ഞ കളറൊക്കെ ഉണ്ട്. പക്ഷെ ആ കളർ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഡെക്സ് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ മാപ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടൈറ്റിൽ. അപ്പൊ ഞാൻ ഈ പറയാം, ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ ഡെപിക്റ്റഡ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ദ മാപ്പ്. ഇറ്റ്സ് യൂഷ്വലി ഗിവൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ മാപ്പ്. അപ്പോൾ ഇതിലെ ഏരിയ എന്ന് പറയുന്നത്, ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു മാപ്പ് എന്താണെന്ന് സൂചിപ്പിക്കുന്നു. ഞാൻ ഈ നേരത്തെ പറഞ്ഞതാണ് എന്താണെന്നുള്ള കാര്യം കാണിക്കാനാണ് ഈ ഒരു ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. Observe the maps in social science lab of the school and prepare a table after classifying them. അങ്ങനെ ഒരു സാധനം നമുക്ക് ഇല്ലാത്തതുകൊണ്ടും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും അത് നടക്കാത്തതുകൊണ്ടും അത് വേണം. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കുക. ടൈറ്റിൽ അത് ഏറ്റവും ടോപ്പ് ആയിരിക്കും, ടോപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, അത് ശ്രദ്ധിക്കുക. അടുത്ത് സ്കെയിൽ. സ്കെയിൽ എന്ന് പറയുന്നത്, shall we draw the plan of our school building? First we have to measure the length and breadth of the building using a measuring tape. അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, വീഡിയോ ഓൺ ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ,
ചെയ്യാൻ വീഡിയോ ഓൺ ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എന്തായാലും സ്കൂൾ ബിൽഡിംഗ് നമുക്കിപ്പോ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെന്റ് ആണിത്. ഫസ്റ്റ് നിങ്ങളുടെ വീട്, അപ്പൊ വീടിന്റെ പ്ലാൻ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്കൂൾ ബിൽഡിങ്ങിന് വരെ നമ്മളിവിടെ വീടെടുത്തു. ഫസ്റ്റ് വി ഹാവ് ടു മെഷർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് യൂസിങ് എ മെഷറിംഗ് ടാപ്പ്. അപ്പൊ ഒരു ടാപ്പ് യൂസ് ചെയ്ത് അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും എല്ലാം നമ്മൾ അളക്കണം. ഇപ്പൊ വീടിന്റെ ആയാലും ലെങ്തും ബ്രെഡ്ത്തും എല്ലാം അളക്കണം. അസ്യൂം ദാറ്റ് ദ ലെങ്ത് ഓഫ് 30 meters ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് 10 meters. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 meters. Can you draw a plan of a school using these measurements? ചെയ്യാൻ പറ്റുമോ? ഇല്ല സർ. ഒരു പേപ്പറിൽ ഇതേപോലെ 30 മീറ്റർ ലെങ്തും അത് 10 മീറ്റർ ബ്രെഡ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രയും സ്ഥലത്തിലുള്ള പേപ്പറും അത്രയും ആ ഒരു ഇതെല്ലാം വേണം. നമുക്കൊരിക്കലും പേപ്പറിൽ നമുക്ക് ഒരു പ്ലാൻ ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. സോ വാട്ട് വി ക്യാൻ ഡു? Step 1. Try to draw the length and breadth of building as such on a paper. You will find that is not possible. അതെന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. Shall we draw 30 meters of 30 centimeter? അപ്പൊ ഒരു പേപ്പർ എടുത്തിട്ട് 30 സെന്റിമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? പറ്റും. ഒരു വലിയ സ്കെയിൽ എടുത്തിട്ട് 30 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാനായിട്ട് പ്രയാസമില്ലാത്ത കാര്യമാണ്. അപ്പൊ വരയ്ക്കാൻ പറ്റും. Now it's possible to draw this on a large sheet of paper. അപ്പൊ നമുക്കിത് ഒരു വലിയ പേപ്പറിൽ നമുക്കിത് വരയ്ക്കാൻ പറ്റും. If we adopt this method, we would be what would be the breadth of the building when scaled in centimeters? എത്രയായിരിക്കും? അപ്പൊ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ 30 മീറ്ററിന് നമ്മൾ 30 സെന്റിമീറ്റർ ആക്കി, അങ്ങനെ ബ്രെഡ്ത്തിന് എത്രയാക്കി എടുക്കാൻ പറ്റും? 10, because it's 10 meters, so ഇതിന് നമ്മൾ 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അതിന്റെ സ്കെയിലിൽ വരുന്ന ആ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കുക. ഒരു സെറ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോ ഇതിന്റെ സ്കെയിലിൽ വരുന്ന ആ ഒരു വ്യത്യാസം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് it is to be 10 centimeter. അപ്പോ 30 സെന്റിമീറ്ററും നമുക്ക് 10 സെന്റിമീറ്റർ ഒരു പേപ്പറിൽ വരയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. Draw the length and breadth of a building. You have selected the ratio of 1 centimeter to each meter. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, 1 സെന്റിമീറ്ററിനെ നിങ്ങൾ 1 മീറ്റർ ആയിട്ട് അസ്യൂം ചെയ്തു. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1 സെന്റിമീറ്ററിനെ 100 കിലോമീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 1 സെന്റിമീറ്ററിനെ 1 സെന്റിമീറ്ററിനെ 1 മീറ്റർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ 1 സെന്റിമീറ്റർ is equal to 1 മീറ്റർ. അങ്ങനെയാണ് നമ്മൾ 10 സെന്റിമീറ്ററിന് 10 മീറ്ററും 30 സെന്റിമീറ്ററിന് 30 മീറ്ററും ആക്കുന്നത്. You have selected the ratio of 1 centimeter to each meter. Scale is a technique that we have adopted to draw length and breadth conveniently. Our scale എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ടെക്നിക് ആണ് എന്തിലത്തേക്ക് വേണ്ടിയിട്ട്? അഡോപ്റ്റ് ടു ഡ്രോ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൺവീനിയന്റ്ലി. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു സ്കെയിൽ എന്ന് പറയുന്നത്. സ്കെയിൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്. Here, length and breadth are represented on a scale of 1 centimeter to 1 meter. ഒരു സെന്റിമീറ്റർ തൊട്ട് 1 മീറ്റർ വരെ, അതായത് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. Scale is the relative distance used to represent the distance between two places. Okay, അപ്പോ സ്കെയിൽ എന്ന് പറയുന്നത് ഇതിനെ പറയുന്ന ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അപ്പോൾ എർത്തിലുള്ള ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് അളന്നതിന് ശേഷം അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ്, ആ ഒരു സ്കെയിൽ, ആ ഒരു അളവിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്.
Scale should be maintained while preparing maps. അപ്പോൾ മാപ്പ് ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഇതിൽ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിന്റെ മാപ്പ് നോക്കി, ഇതിൽ 100 കിലോമീറ്റർ എന്ന് പറയുന്ന 1 സെന്റിമീറ്റർ ആക്കി എടുത്തിട്ടുള്ളത് പോലെ. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം, ഓക്കെ, ഇവിടെ നിന്ന് 1 സെന്റിമീറ്ററും 100 കിലോമീറ്റർ ആവുന്നുണ്ട്, അല്ല എങ്കിൽ 1 സെന്റിമീറ്റർ പോകുമ്പോൾ ഇത് ഇത്ര കിലോമീറ്റർ ആവുന്നു എന്നുള്ള ആ ഒരു നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. Through this, large areas can be drawn on a paper with accuracy. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എത്ര വലിയ മാപ്പ് വേണമെങ്കിലും, ഈ നാളെ ഗ്ലോബ് മുഴുവനായിട്ട് വേണമെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ എർത്ത് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്കൊരു പേപ്പറിൽ വരയ്ക്കാൻ പറ്റും വിത്ത് ആക്യുറസി. Moreover, scale can be used to measure the actual distance between places on map. അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് എന്തിനാ യൂസ് ചെയ്യുന്ന? മെഷർ ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ് ഓൺ എ മാപ്പ്. ഒരു മാപ്പില് കാണിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ അളക്കാൻ യൂസ് ചെയ്യുന്ന, അല്ലെ മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ സ്കെയിൽ എന്ന് പറയുക. ഓക്കെ, സോ ഡിഫറെന്റ് മാപ്സ് വിത്ത് ഡിഫറെന്റ് സ്കെയിൽസ്. സ്കെയിൽസ് can be depicted in 3 ways: statement method, representative fraction method and graphical method. അപ്പോൾ ഇതിന്റെ 3 മെത്തേഡ് അത് ശ്രദ്ധിക്കുക. സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് 3 മെത്തേഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ്. അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞ്, അതായത് ഒരു 1 സെന്റിമീറ്റർ ടു 10 കിലോമീറ്റർ. ഇപ്പൊ നമ്മളൊരു കുഞ്ഞു സ്ഥലത്തിന് എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാട്ടാക്കട ഏരിയ അത്രയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെക്കുക. നിങ്ങൾക്ക് കാട്ടാക്കട അല്ലെങ്കിൽ കാട്ടാക്കട ഒന്നും വേണ്ട, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഫുൾ ആയിട്ട് ചെയ്യണമെന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മള് ഇത് കുറച്ച് ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 1 സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കുന്നത് എത്രയായിട്ട്? 10 സെന്റിമീറ്റർ. ആ രീതിയിൽ എത്ര ഇവിടെ നിന്ന് ട്രിവാൻഡ്രം ഒരു 20 തൊട്ട് 30 കിലോമീറ്റർ ഓരോ സ്ഥലത്തുനിന്നും. ഓക്കെ, അപ്പൊ ഒരു 30 കിലോമീറ്റർ ഇടുക. അപ്പൊ 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിന് 1 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 3 സെന്റിമീറ്റർ മതിയാവും നമുക്ക് ആ ഒരു പടം വരയ്ക്കാനായിട്ട്. അപ്പൊ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ. അത്തരത്തിലുള്ള ആ ഒരു കുഞ്ഞു മാപ്സിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ മെത്തേഡ്. എന്ന് പറയുന്നത് ഒന്നിനെ അടുത്ത് ഇത് എത്ര ഡിവൈഡ് ചെയ്തെന്ന് നോക്കി. 1 10 100 1000 1 ലക്ഷം 10,000 10 ലക്ഷം അല്ലെ? ഓക്കെ, അപ്പോ അതിന് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത് ഒരു 10,000 ആ ഒരു 10 lakh ആ ഒരു ഫ്രാക്ഷൻ ആ ഒരു ഇതില് ഡിവൈഡ് ചെയ്ത് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ അതിന് നമ്മൾ ഗ്രാഫിക്കൽ സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ രീതിയിൽ വരച്ച് ചെയ്യുന്നത്. ഇത്തോട്ട് ഇതുവരെ ഇത്ര കിലോമീറ്റർ, അത് കഴിഞ്ഞിട്ട് 10 20 30 40 50 60 ആ രീതിയിൽ അവര് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്. എന്താ ഈ ഒരു ഗ്രാഫിക്കൽ സ്കെയിൽ. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ അളവ് എത്രയാ അതൊന്നും ചോദിക്കത്തില്ല. അടുത്ത ഡയറക്ഷൻ. ഡയറക്ഷൻ ഈസ് അനദർ മേജർ എലിമെന്റ് ഓഫ് എ മാപ്പ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഏത് മാപ്പ് എടുത്താലും അതില് ഇന്ന ഡയറക്ഷൻ ആണെന്ന് അറിയാതെ, ഇന്ന മാപ്പ് ഇരിക്കുന്ന ഇന്ന ഡയറക്ഷൻ ആണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആർ ദ 4 മേജർ ഡയറക്ഷൻസ്. Magnetic compass is an instrument to find out directions. Major directions can be divided into 4 subdivisions as northeast, southeast, southwest and northwest. അപ്പോ നമ്മൾ ഈ മാഗ്നറ്റിക് കോമ്പസ് ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ ഈ ഒരു ഡയറക്ഷൻ അറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ചുവപ്പ് സൂചി എന്ന് പറയുന്നത് അത് നോർത്തിനെ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അപ്പോ ആ ഒരു മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ ഡയറക്ഷൻ അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് നോർത്ത് അറിയാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും സൗത്ത് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അടുത്ത് ഈസ്റ്റ് ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് വെസ്റ്റ് ഏതെന്നും
മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി ഈ 4 ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഓരോ ഡയറക്ഷൻസ് 4 സബ് ഡിവിഷൻ. അപ്പൊ അതാണ് 4 സബ് ഡിവിഷൻസ് ആസ് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. ഇപ്പൊ ഇത് നോക്കിയോ, വെസ്റ്റിനും നോർത്തിനും ഇടയ്ക്കാണെങ്കിൽ നോർത്ത് വെസ്റ്റ്, നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, വെസ്റ്റിനും സൗത്തിനും ഇടയ്ക്കാണെങ്കിൽ സൗത്ത് വെസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണെങ്കിൽ സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോന്നും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഡയറക്ഷൻസ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഡയറക്ഷൻ അറിയാമെങ്കിൽ, നോർത്ത് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷൻ അറിയാം, അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് അത് ബാക്കിയുള്ള ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രയാസവും കാണത്തില്ല. അപ്പൊ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മുടെ കോമ്പസ് വർക്ക് ചെയ്യുന്നത്. ആ കാര്യം നോർത്താണ് നമുക്ക് കാണിക്കുന്നത്. Directions are essential to understand the exact location of places on a map. അപ്പൊ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഒരു എക്സാക്ട് ലൊക്കേഷൻ അറിയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇത് എക്സാമിന് ചോദിച്ചാൽ തന്നെയും എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇതൊക്കെ വാട്ട് ഈസ് ഇത് ഒരു മാപ്പിന്റെ മേജർ ഫീച്ചേഴ്സ് അല്ല എങ്കിൽ ആ ഒരു പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഹൗ ടു ഐഡന്റിഫൈ വൺ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഡയറക്ഷൻ, ഇത് ടൈറ്റിൽ, സ്കെയിൽ, ഡയറക്ഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റും. Latitudes and longitudes. Have you seen the lines drawn lengthwise and breadthwise? അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും നിങ്ങൾക്ക് വരച്ചിരിക്കുന്നത് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ 6.4 ഇവിടെ ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച സാധനമല്ലേ? അതായത് എന്തോ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഇക്വേറ്ററും എല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചല്ലേ? യെസ് സാർ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ. വാട്ട് ഈസ് ഇക്വേറ്റർ? 0 ഡിഗ്രി. 0 ഡിഗ്രി മറ്റേ മിഡിൽ വരണത്. ഓക്കെ, ബട്ട് സ്റ്റിൽ വാട്ട് ഈസ് ദാറ്റ്? അത് 0 ഡിഗ്രി എന്താണ്? എന്ത് 0 ഡിഗ്രിയാ? 0 ഡിഗ്രി എന്തോന്ന് നമ്മൾ 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണം ഏതാ ഇതുണ്ടല്ലോ നമ്മുടെ, ഓക്കെ ഞാൻ പറയണേ, ഓക്കെ ഗ്രീൻവിച്ച് ലൈൻ, ദാറ്റ്സ് ഓൾസോ 0 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവോ? ഇല്ല. ഇല്ല. അപ്പൊ എന്തായിരിക്കും ഇക്വേറ്റർ എന്ന് പറയുന്നത്? അല്ലെ 0 ഡിഗ്രി എന്തായിരിക്കും ഇക്വേറ്റർ? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിരിക്കും. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, അതാണ് ആ ഒരു വാക്ക്. അതായത് എന്താണ് ആ സാധനം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തത വേണം. അപ്പൊ അതാണ് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇനി 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനാണെങ്കിൽ എന്ത് പറയും? ഗ്രീൻവിച്ച്. റൈറ്റ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ ഹാവ് യു സീൻ ദ ലൈൻസ് ഡ്രോൺ ലെങ്ത് വൈസ് ആൻഡ് ബ്രെഡ്ത്ത് വൈസ്? നിങ്ങൾ സാർ അത് നേരെ തിരിച്ചല്ലേ? ഏതാടാ? ലോങ്ങിറ്റ്യൂഡ് ഇക്വേറ്റർ ലോങ്ങിറ്റ്യൂഡിൽ പറഞ്ഞല്ലേ? എടാ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൗത്ത് പോളിനെയും നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും തമ്മിൽ യോജിപ്പിക്കുന്നതിനാണ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. താഴോട്ട്. ആ അല്ല, ഇതില് മാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെയല്ല. ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്, നീ നോക്കിക്കേ. അല്ല, ലാറ്റിറ്റ്യൂഡ്സ് നോർത്ത് പോളും സൗത്ത് പോളും, ലോങ്ങിറ്റ്യൂഡ്സ് അല്ലേ ഈസ്റ്റിന്നും വെസ്റ്റിലോട്ട് പോണേ. എവിടെയാണ് അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഒന്ന് കാണിച്ചേ. സാർ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ഓക്കെ, നീ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ടാണോ നീ പറയുന്നത്? ഓ ഓക്കെ, ആ ലാറ്റിറ്റ്യൂഡിന്റെ താഴെ ഇങ്ങനെ എന്റെ ഈ ആരോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ ലാറ്റിറ്റ്യൂഡില് ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ലൈൻ കണ്ടോ? അപ്പൊ ഇതിനെയാണ് അവർ ലാറ്റിറ്റ്യൂഡ് എന്ന് ഇവിടെ പറയുന്നത്.
മനസ്സിലായോ? ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന എന്താ ഉദ്ദേശം? അതായത് ഇങ്ങനെ ഒരു വര, അല്ലെങ്കിൽ നോർത്ത് പോളിലും സൗത്ത് പോളിലേക്കുള്ള വരയാണ് ഇതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഈ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടല്ലേ ചരിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അതുകൊണ്ട് അത് ഓക്കെ. അപ്പൊ ഇവിടുത്തെ കൺഫ്യൂഷൻ വന്നത് എന്തോന്നാണ്, എന്താണ് ഈ ലോഞ്ചിറ്റ്യൂഡ്, എന്താണ് ഈ ലാറ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു ഇത്. ഈ വര ഉണ്ടല്ലോ, നിങ്ങൾക്ക് വര കാണാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താ? ലാറ്റിറ്റ്യൂഡ് ആണോ ലോഞ്ചിറ്റ്യൂഡ് ആണോ? ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ബ്രഹ്മന്റെ ഡബിൾ എഫക്റ്റ് ആണത്. ഓക്കെ, അപ്പോ ഇതുപോലെ ഇവിടെ ഏതൊക്കെ ലൈൻ വന്നാലും നമുക്കിത് ലാറ്റിറ്റ്യൂഡ് തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പൊ 0 ഡിഗ്രി ആയാലും 66 ഡിഗ്രി ആയാലും അല്ലെങ്കിൽ 23 ഡിഗ്രി ആയാലും അതിനെല്ലാം നമുക്ക് സെയിം ഇത് തന്നെ പറയുന്നു. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 23 ഡിഗ്രി, സോറി 23 ഡിഗ്രി അല്ലേ, 23 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ നമുക്ക് എന്ത് പേര് പറയാൻ പറ്റും? ⅓ ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ എന്ത് പേരിൽ പറയാൻ പറ്റും? എന്താടാ? കാപ്രിക്കോണോ? അടുത്തെത്തി. പേര് മറന്നില്ല. ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറപ്പുണ്ട്. വൈഷ്ണവി? ഉറപ്പുണ്ട് സാർ. പക്ഷെ 23 ഡിഗ്രി മാത്രമല്ല, 23 ഡിഗ്രി ആൻഡ് ഹാഫും കൂടെ ഉണ്ട്. ഹാഫ് ഉണ്ട്. ഞാനത് ജസ്റ്റ് അവരിതിനെ പറഞ്ഞു 23 എന്ന് പറയുന്നേ ഉള്ളൂ. അടുത്ത് 66 നോക്കുകയാണെങ്കിൽ 66 ഹാഫ് ഉണ്ട്. ഓക്കെ, അപ്പൊ 66 ഡിഗ്രിക്ക് ആണെങ്കിൽ എന്ത് പറയും? 66 ഡിഗ്രി, അതായത് 63.5 അല്ലെ 63 ഹാഫ് ഡിഗ്രി നോർത്തിന് എന്ത് പേര് പറയും? എന്ത് പറയും? സിയാൻ? എന്ത് പറയൂടാ? ജീവൻ എന്ത് പറയും? 66 ഡിഗ്രിക്ക് 66 നോർത്ത് പോളിന്റെ ആ ഭാഗം ആർട്ടിക് അങ്ങനെ എന്തോ ആർട്ടിക് അങ്ങനെ എന്തോ പേരാണ്, ഞാൻ പേര് പറഞ്ഞു. ഇല്ല സാർ. ഓക്കെ, ആർട്ടിക് എന്ന് മാത്രം ഓർമ്മയുണ്ട്. ആർട്ടിക് സർക്കിൾ. അപ്പോ അന്റാർട്ടിക് സർക്കിളോ? അന്റാർട്ടിക് സർക്കിൾ എന്തായിരിക്കും? ഡിഗ്രിയാ? അതെ, 23 ഡിഗ്രി. 23 ഡിഗ്രി സൗത്ത്. 23 ഡിഗ്രി സൗത്ത്. റോങ് ആൻസർ. 66 ഡിഗ്രി സൗത്ത്. 66 ഡിഗ്രി സൗത്ത്. ഓക്കെ, അപ്പോ 23 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ അതിനെന്ത് പറയും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, റൈറ്റ്. സിയാൻ? ഓക്കെ, അപ്പോ അത് നമ്മള് ശ്രദ്ധിച്ചിരിക്കാൻ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇവിടത്തെ പോയിന്റ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും. അപ്പോ ഇതെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആണ്,
ഓക്കെ, ഈ ഒരു അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ലൈൻസ്, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? എന്തോന്ന് സാർ? നോർത്ത് പോളിന് തൊട്ട് സൗത്ത് പോളിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു ലൈൻസിന് എന്ത് പറയും? ലോങ്ങിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്. സോ ദേ മീറ്റ് ഈച്ച് അതർ. അപ്പൊ അത് എല്ലാ ലൈനും നമ്മുടെ നോർത്ത് പോളിലും സൗത്ത് പോളിലും മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. ആ ലൈൻസ് എന്ന് പറയുന്നത് എല്ലാം പാരലൽ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും മീറ്റ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? അപ്പൊ അത് മറക്കരുതേ. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ്സ് എന്താ, ലാറ്റിറ്റ്യൂഡ്സ് എന്താ? ഓക്കെ, നമുക്കിവിടെ നോക്കാം. Examine the globe and maps in the social science lab. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. Are you able to see such lines on it? അപ്പോൾ നമ്മളൊരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള ലൈൻസ്. സ്കൂളിലില്ലേ സാർ? ഗ്ലോബ് കാണും, അങ്ങനെ ഒരു ലാബ് ഇല്ലല്ലോ നമുക്ക്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, such lines drawn horizontally across the globe and maps are called latitudes. അതായത് horizontally lines draw horizontally. എവിടെ പോയുടെ നിങ്ങളുടെ ഹൈലൈറ്റ്സ്? ഓക്കെ ഓക്കെ, അപ്പൊ horizontally across the globe and maps are called എന്താ? Latitude. ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി ചുറ്റി ചുറ്റി പാരലൽ ലൈൻസിന് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും, ഇൻക്ലൂഡിങ് ഇക്വേറ്റർ. They are shown in degrees. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഡിഗ്രിയിലാണ് ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, ഇത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കാര്യമാണ്. സോ ഇവിടെ നോക്കി, ഇമാജിനറി സർക്കിൾസ് drawn parallel to the equator are called latitude. അത് നിങ്ങൾക്ക് അറിയാന്നുള്ളത്. They are shown in degrees. The horizontal lines drawn exactly at the center of the globe is the equator. അപ്പൊ എക്സാക്ട് സെന്റർ, അതായത് നിങ്ങൾ ഈ പറയുന്ന ആ ഒരു 0 ഡിഗ്രി എന്ന് പറയുന്ന ഇതിനെ നമ്മൾ എന്താ പറയുക? ഇക്വേറ്റർ എന്ന് പറയും. അതിനെ ഇക്വേറ്റർ എന്ന് പറയും. Latitudes are marked north and south of equator up to 90 degrees. Okay. അപ്പോ ഇത് 90 ഡിഗ്രി വരെ നോർത്തിലോട്ടും സൗത്തിലോട്ടും 90 ഡിഗ്രീസ് വരെ നമുക്ക് ഇത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ? ഇപ്പോ ഇത് സെന്റർ, ഇത് നമ്മുടെ സെന്റർ. അപ്പോ ഇവിടെ നിന്ന് ഇത് 23 ഡിഗ്രി അല്ലെ 23.5 ഡിഗ്രി എന്ന് പറയുന്നു. അതെന്ന് പറയുന്നത് ഒരു ലൈനായിട്ട് കണക്കാക്കുക. അടുത്ത് ഇവിടെ നിന്ന് ഇതൊരു ആംഗുലാർ മെഷർമെന്റ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ആംഗുലാർ മെഷർമെന്റ് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആംഗുലാർ മെഷർമെന്റ് ഒരു ബോളിൽ വരച്ച് ചെയ്യുന്ന ഇതിപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ 66ഉം അല്ലെങ്കിൽ 23ഉം എല്ലാം കിട്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചില്ലേ? ഇല്ല സർ. എടാ, ഞാൻ ഇപ്രാവശ്യം 6ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിപ്പിച്ചല്ലോ. അത് ഞാനാ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിലുണ്ട്. ഞാൻ അവർക്ക് ഇതേപോലെ വരച്ചൊക്കെ ആയിരുന്നു ഞാൻ അവർക്ക് പഠിപ്പിച്ചത്. ഓക്കെ, ആംഗുലാർ മെഷർമെന്റ് ഓർമ്മയില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പൊട്രാക്ടർ എടുക്കുക. ഇത് സെന്റർ ആണെന്ന് അറിയാലോ. ഇത് സെന്റർ ആണല്ലോ. ഇത് സെന്റർ ആണല്ലോ. ഓക്കെ, അവിടെ നമ്മുടെ ഒരു പൊട്രാക്ടർ വെച്ചു. ഇമാജിൻ ചെയ്യാം, ഒരു പൊട്രാക്ടർ വെച്ചു. അപ്പൊ അതില് ഇത് 0 ഡിഗ്രി. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഓരോ ഡിഗ്രിക്ക് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 23 ഡിഗ്രി ഇവിടെ നിന്ന് ഒരു ആംഗിൾ എടുത്തു. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് 23 ഡിഗ്രി എടുത്തു. ഫോർ എക്സാമ്പിൾ 23 ഡിഗ്രി നമ്മൾ എടുത്തെന്ന് വെക്കുക. അപ്പൊ ഇപ്പുറത്തെ സൈഡ് ഒരു 23 ഡിഗ്രി ഉണ്ട്, ഇപ്പുറത്തെ സൈഡ് ഒരു 23 ഡിഗ്രി ഉണ്ട്. അങ്ങനെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടിയോ? അപ്പൊ ആ രണ്ട് പോയിന്റ്സിനെയും നമുക്ക് യോജിപ്പിക്കാൻ പറ്റുന്നതിനെയാണ്
നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ലൈൻ അവിടെ നമുക്ക് കിട്ടുന്നത്. ഇത് ഇമാജിനറി ലൈൻ ആണ്. യഥാർത്ഥത്തിൽ ഭൂമിക്ക് അങ്ങനെ ഒരു ലൈൻ ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആദിത്യ വരയ്ക്കരുതേ, ഇത് ആ വര മാച്ചേ. അപ്പോ ഓക്കെ, അപ്പോ ഇത് ആ മാച്ചില്ലേ ആദിത്യ? ഓക്കെ ഓക്കെ എടാ, അപ്പൊ അല്ലെങ്കിൽ ഇതിനിടെ കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോ ഈ നമ്മുടെ രണ്ട് സൈഡ് ഒരു പ്രൊട്രാക്ടർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 23 ഡിഗ്രി ലെഫ്റ്റിലോട്ടും എടുക്കാൻ പറ്റും, റൈറ്റിലോട്ടും എടുക്കാൻ പറ്റുമല്ലോ. അപ്പോ ആ രണ്ട് പോയിന്റ്സിനെ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ കിട്ടും. അതിനെ നമ്മൾ 23 ഡിഗ്രി എന്ന് പറയും. ഇപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ അടുത്ത് 66 ഡിഗ്രി നമ്മളത് എടുക്കുന്നു എന്ന് വെക്കുക. ഒരു ആംഗിൾ നമ്മൾ 66 ഡിഗ്രി നമ്മൾ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് നമ്മൾ 66 ഡിഗ്രി നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയേ. അപ്പൊ നമ്മൾ എന്താ പറയാ, ആർട്ടിക് സർക്കിൾ നമ്മൾ അവിടെ അങ്ങനെ വരയ്ക്കുക. അതും ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്. അതിനെ നമ്മൾ ആർട്ടിക് സർക്കിൾ എന്ന് പറയുമെന്ന് മാത്രം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോന്നിനും. അപ്പൊ ഇതിന്റെ ഓരോ ഡിഗ്രിക്കും നമുക്ക് ലാറ്റിറ്റ്യൂഡ്സ് പറയാൻ പറ്റും കേട്ടോ. ഇതിപ്പോ കുഞ്ഞു ഇവിടെ ഇവിടെ ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്, ഇവിടെ ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്. ഓരോ ഡിഗ്രിക്ക് കഴിയുമ്പോഴും ഓരോ ലാറ്റിറ്റ്യൂഡ്സ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നമ്മൾ പക്ഷെ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടാണ് ഈ മൂന്നും ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ആംഗുലർ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത് ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തും കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് സെയിം ആംഗിൾസിനെ നമ്മൾ യോജിപ്പിക്കുന്നത് കൊണ്ടാ അതൊരിക്കലും കൂട്ടിമുട്ടാത്തത്. ദേ വോണ്ട് മീറ്റ് ഈച്ച് അതർ. അതൊരു പാരലൽ ലൈനായിട്ട് എപ്പോഴും പൊയ്ക്കൊണ്ടേയിരിക്കും. ഓരോ ഡിഗ്രി കണക്കെ പാരലൽ ലൈനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ എങ്ങനെയാണ് ഈ ലാറ്റിറ്റ്യൂഡ്സിൽ ഈ ഒരു ആംഗിൾസും കാര്യങ്ങളൊക്കെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറയാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അത്ര തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇക്വേറ്ററിനെ നമ്മള് സംഭവം പറഞ്ഞ ശരിയാ, അതിനെ നമ്മള് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. അപ്പൊ അടുത്ത് ലാറ്റിറ്റ്യൂഡ്സ് ആർ മാർച്ച് നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ അപ് ടു 90 ഡിഗ്രി. അപ്പോ ഇത് ഓക്കെ ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇത് ചോദിച്ചത്. അപ്പൊ ഇവിടുന്ന് നമ്മള് ഇതൊക്കെ 23 66. അപ്പൊ നമ്മളടുത്ത് ഒരു 75 അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഒരു പോയിന്റ് ഇതിന് എത്ര ഡിഗ്രിയാണ്? ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് വരച്ചു കഴിഞ്ഞാല് ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി. ഓക്കെ, അപ്പോ ആ ഒരു 90 ഡിഗ്രി നോർത്തിലോട്ട് ഉള്ള ആ ഒരു ഇതിനെ നമ്മൾ അവിടെ അറ്റത്തെത്തുമ്പോ അതിന് ഒറ്റ പോയിന്റേ ഉള്ളൂ. അതിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് പറയും. നമ്മള് താഴോട്ടാണ് നമ്മൾ അത് വരയ്ക്കുന്നത്. സൗത്ത് പോൾ. അപ്പൊ നമ്മൾ താഴോട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മള് ആ ഒരു പോയിന്റ് എവിടെയാണോ പോയി കൂട്ടിച്ചേരുന്നത് അതിന് നമ്മൾ സൗത്ത് പോൾ എന്നും പറയും. അതിനെയാണ് 90 ഡിഗ്രി നോർത്ത് പോൾ ആൻഡ് 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. ഒരു ഡൗട്ട് ഉണ്ട്. ചോദിക്കും. ഈ ലൈൻ വരച്ചാൽ അത് കറങ്ങി ഇങ്ങനെ വരും. ഏതാ? എന്താ ഓക്കെ, അതാണ് പറയാ. അത് നമ്മൾ എർത്ത് ഗ്ലോബൽ എടുക്കുമ്പോ അതിങ്ങനെ കറങ്ങി തന്നെ വരും. ഓക്കെ, പക്ഷെ ഈ എത്ര കറങ്ങിയാലും ഇതിങ്ങനെ കറങ്ങി വരുന്നത് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യോ? പല ലാറ്റിറ്റ്യൂഡ്സ് ആയിട്ട് മീറ്റ് ചെയ്യോ? വൈഷ്ണവി പറഞ്ഞ് മീറ്റ് ചെയ്യോ? മീറ്റ് ചെയ്യൂ. ഓക്കെ, ഞാൻ ചോദിട്ടെ. അപ്പോ ഇത് ഓക്കെ, ഇതിപ്പോ നമ്മള് ഗ്ലോബാണ്. ഈ ഇക്വേറ്റർ ഇത് ഇക്വേറ്റർ നമ്മൾ വരച്ചു. അത് കഴിഞ്ഞതിന് ശേഷം
ഇവിടെ നമ്മൾ വേറൊരു ഇക്വേറ്റർ വരച്ചു. ഈ രണ്ട് ഇക്വേറ്ററും നമ്മൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യോ? ഇല്ല. ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ അതാണ് മീറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നത്. രണ്ട് ലാറ്റിറ്റ്യൂഡ്സ് തമ്മിൽ ഒരിക്കലും മീറ്റ് ചെയ്യത്തില്ല. പക്ഷേ അത് കറങ്ങി വരുമ്പോ അത് അതിന്റെ ആ ഒരു സെയിം ലൈൻ ആണല്ലോ, സർക്കിൾ ആയിട്ട് തന്നെ വരും. അത് ഓക്കെ, അത് മീറ്റ് ചെയ്യുന്ന, അതാണ് വൈഷ്ണവ് ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് മീറ്റ് ചെയ്യും ഉറപ്പായിട്ടും. അത് ഒറ്റ ലൈൻ അല്ലേ, അതൊരു സിംഗിൾ ലൈൻ ആണ്. അതിനൊരു എൻഡ് ഇല്ല, സ്റ്റാർട്ട് ഇല്ല. അതൊരു ലൈനായിട്ട് അവിടെ കിടന്ന് റൗണ്ട് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഓരോ ലാറ്റിറ്റ്യൂഡ്സും അതുപോലെ കിടക്കും. പക്ഷെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് നോക്കിയേ, നോർത്ത് പോള്, സൗത്ത് പോള്. അപ്പൊ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. പക്ഷെ ഇതിൽ എല്ലാ പോയിന്റ്സും ഇപ്പൊ നമ്മൾ എത്ര കറങ്ങി വന്നെന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാ പോയിന്റ്സും നമ്മൾ ഇങ്ങനെ ഇത് നോർത്ത് പോളിലും സൗത്ത് പോളിലും ടച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അതായത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമ്മളൊരു ബോൾ എടുത്തിട്ട് നമ്മൾ ഒരു പോയിന്റ് മുകളിൽ താഴെ വരച്ചു കഴിഞ്ഞാൽ അതിലിങ്ങനെ വരച്ച് വരച്ച് നമ്മൾ റൗണ്ട് ആയിട്ട് വരച്ച് പോകുമ്പോഴെല്ലാം നമുക്ക് എല്ലാ പോയിന്റും ഒരു പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഒരു ഈക്വൽ ലെങ്തിൽ നമ്മൾ അത് എങ്ങനെയൊക്കെ വരച്ചാലും ആ ഒരു മുകളിലത്തെ താഴത്തെ ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇതിനെ നമ്മള് നോർത്ത് പോളിലെ നമുക്ക് 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗത്ത് ലാറ്റിറ്റ്യൂഡ്, ഇത് സൗത്ത് പോളിനെ ആണെങ്കിൽ നമുക്ക് 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്നും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ഇത് എന്താ പറയുന്ന ഓരോ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മുടെ 0 ഡിഗ്രി ഗ്രീൻവിച്ചിൽ നിന്ന് നമ്മുടെ ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈസ്റ്റിലാണ്. ഓക്കെ, നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഇന്ത്യ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ? ഈസ്റ്റില്. അതെങ്ങനെ ഈസ്റ്റ് എന്ന് വെസ്റ്റ് എന്നും പറയാൻ പറ്റുന്നേ? സൗത്ത്. ഇത് ആരാണ് സൗത്ത് പറഞ്ഞേ? ബ്രഹ്മനാണോ? ശരി സാർ. ഞാൻ തന്നെ. ആര് പറഞ്ഞേ? അല്ല, ആരാ പറഞ്ഞേ? ബ്രഹ്മനല്ലേ? ബ്രഹ്മ, എടാ ഇതിലെ ഈ ലോഞ്ചിറ്റ്യൂഡ്സില് എനിക്ക് ഇത് നോർത്ത് സൗത്ത് ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ. ലോഞ്ചിറ്റ്യൂഡ്സിൽ നിനക്ക് അതൊക്കെ പറയാൻ പറ്റുമെന്നുള്ളൊരു സോറി, ഇത് നീ ഏതാ എന്താടാ? മുകളിൽ നോർത്തും താഴെ സൗത്തും അപ്പുറത്തും ഇപ്പുറത്തും വെസ്റ്റ് ഈസ്റ്റ്. അപ്പോ നമ്മളവിടെ നോക്കേണ്ട എന്തെന്നറിയാമോ? ഇത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു നോർത്ത് പോളിലും സൗത്ത് പോളിലും നമ്മൾ 0 ഡിഗ്രി നമ്മളൊരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുക, കേട്ടോ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ നോർത്ത് സൗത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം ഇതെന്ന് പറയുന്നത് നോർത്തിനെയും സൗത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെസ്റ്റിലാണോ ഈസ്റ്റിലാണോ എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ നോർത്ത് പോളിലും സൗത്ത് പോളിലും നമ്മൾ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചു, നമ്മൾ 0 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതിന്റെ അപ്പുറത്ത് 180 ഡിഗ്രിയോ അതിന്റെ അപ്പുറത്ത് പോകുമെന്നുള്ള കാര്യം അറിയാവോ? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ലൈൻ, ഓക്കെ, ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് 0 ഡിഗ്രി ആയിട്ട് എടുത്തു. 0 ഡിഗ്രി ആണല്ലോ. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു ഗ്ലോബ് ആണ്, ഒരു റൗണ്ട് ആയിട്ട് ഇരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു ലൈൻ, ഒരു ഇമാജിനറി ലൈൻ പോകുമെന്നുള്ള കാര്യം അറിയാലോ. അപ്പൊ അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? എല്ലാം കൂടി ചേർത്ത് 180 ഡിഗ്രി ആവും.
180 ഡിഗ്രി ആവും. സോ 180 ഡിഗ്രി ആവും ആണല്ലോ. അപ്പോ ആ 180 ഡിഗ്രി, അതായത് ഈ നമ്മൾ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ, അതായത് ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് 180 ഡിഗ്രിയിലോട്ട് പോകുമ്പോൾ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോ ഇവിടെ നിന്ന് ഈസ്റ്റ് വെസ്റ്റ് കൺസിഡർ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ 0 ഡിഗ്രിയിൽ നിന്ന് ഇന്ത്യ ഈസ്റ്റിലോട്ടായിരിക്കും അതോ വെസ്റ്റിലോട്ടായിരിക്കും? അത് വെസ്റ്റ് 180 ഡിഗ്രിയിലോട്ട് അകത്തായിരിക്കും അതോ ഈസ്റ്റ് 180 ഡിഗ്രിക്ക് അകത്തായിരിക്കോ എന്നുള്ളതായിരിക്കും ചോദ്യം. കേട്ടോ? അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചാൽ ഇന്ത്യ എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം. എവിടെ ആയിരിക്കും? ഈസ്റ്റ് ആയിരിക്കോ വെസ്റ്റ് ആയിരിക്കോ? അത് നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആട്ടോ. നാളെ വരുമ്പോ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ മതി. ഈസ്റ്റ് ആയിരിക്കും വെസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പൊ ആൻസർ പറയുന്നില്ല. അതായത് ഇപ്പൊ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് ഗ്രീൻവിച്ച് ലൈനിൽ നിന്ന് ഈസ്റ്റ് സൈഡ് ആണോ ഇത് ഇന്ത്യ എന്ന് പറയുന്നത് അതോ വെസ്റ്റ് സൈഡ് ആണോ? അതായത് ഈ 180 ഡിഗ്രി നമ്മൾ നോക്കുമ്പോ അതില് വെസ്റ്റിലൂടെ പോകുന്നതാണോ ഏറ്റവും അടുത്തെത്തുക, അല്ലെങ്കിൽ ഈസ്റ്റിലൂടെ പോകുന്നതാണോ ഏറ്റവും അടുത്തെത്തുക എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നുള്ള ഒരു കാര്യമാണ്. ഈ വെസ്റ്റ് തന്നെ ഉറപ്പായി. ഓക്കെ, അതെന്തായാലും ഓക്കെ, എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ. നമുക്ക് അതുകൊണ്ട് നാളെ അത് ഈ ഒരു പടത്തില് ഈ ഒരു ഭാഗത്താണോ അതോ അതിന്റെ അപ്പുറത്തെ ഭാഗം കൂടെ കൺസിഡർ ചെയ്യൂ? ഫുള്ള് കൺസിഡർ ചെയ്യുക. ഒരു ഗ്ലോബില് അല്ലെങ്കിൽ എർത്തില് 0 ഡിഗ്രി നമ്മൾ ഒരു സ്ഥലത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് 0 ഡിഗ്രി ഏത് വഴിയാ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്കുള്ള വർക്കാ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എവിടെ കൂടെ ആണ് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക ആദ്യം. അടുത്ത് അതില് ഇന്ത്യ എവിടെ വരുമെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അപ്പൊ ആ ഒരു 0 ഡിഗ്രിയിൽ നിന്ന് ഇന്ത്യ ഇങ്ങോട്ട് വരോ അതോ ഇപ്പുറത്തോട്ട് വരോ, ഈസ്റ്റിലോട്ട് വരോ വെസ്റ്റിലോട്ട് വരോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ് ഇന്ത്യ വരുന്നത് എന്നുള്ള കാര്യവും കണ്ടുപിടിക്കുക. കേട്ടോ? അപ്പോ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഇങ്ങനെ കറങ്ങി വരണോ അല്ലേ? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്ന് ഏത് സൈഡാണ് ഇന്ത്യ വരുന്നത്, വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എത്രയാണ് അതിന്റെ ഡിഗ്രി? എത്ര ഡിഗ്രി എത്ര ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ എത്ര ഡിഗ്രി വെസ്റ്റ്? അപ്പോ 180ക്ക് മുമ്പ് വരുന്ന ഇതായിരിക്കും നോക്കേണ്ടത്. കേട്ടോ? അതായത് 180ക്ക് അകത്ത് ഏത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ 180ക്ക് അകത്ത് വരോ അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാര്യം നമ്മൾ ചിലപ്പോ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ഇവിടെ ഓക്കെ ഇവിടെ ഇന്ത്യ ആണെന്ന് വെക്കുക, ഇവിടെ ഇന്ത്യ ആണെന്ന് വെക്കുക ഫോർ എക്സാമ്പിൾ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റി വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ അടുത്തായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചുറ്റി വരുന്നത് എടുക്കത്തില്ല. ചുറ്റി വരുന്നത് നമ്മൾ ഒരിക്കലും എടുക്കത്തില്ല. നമ്മൾ ഏറ്റവും അടുത്തുള്ളതാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഇത് എത്ര ഡിഗ്രിയാണ്, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് ഫസ്റ്റ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോകുന്ന കൺട്രീസ് ഏതൊക്കെയെന്ന് നോക്കുക. എവിടെ കൂടെയാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്നത്? നിങ്ങൾക്കുള്ള ഹോംവർക്ക് കേട്ടോ. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോകുന്നത് എവിടെ കൂടെയാണെന്ന് നോക്കുക. എന്നിട്ട് ഇന്ത്യ അതിൽ എങ്ങോട്ട് ഏത് സൈഡ് വരും എന്നുള്ള കാര്യവും നോക്കുക. സംശയം ചോദിച്ചോട്ടെ? ചോദിക്കും. ഈ ഗ്ലോബിലെ ഒരു സംശയമാണ്, ഈ ഈസ്റ്റും വെസ്റ്റും എവിടെയാണ് സത്യത്തില്? ഈസ്റ്റ് വെസ്റ്റ് എവിടെ ആയിരിക്കും? ഒന്ന് വരച്ച് കാണിച്ചോട്ടെ. ഇത് ഈസ്റ്റാ? ഇതാണ് ഈസ്റ്റ്, ഇതാണോ ഈസ്റ്റ്? സംശയമാണ്, റൗണ്ട് ആയിട്ടിരിക്കണോണ്ട്. എടാ എന്റെ
ഒരിക്കലും മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഈസ്റ്റ് എവിടെയാണ് സംശയം. കോമ്പസ് എവിടെ? കോമ്പസ് എവിടെയാടാ? നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പഠിച്ചത്. ഓക്കെ, ഇനി പറ. കോമ്പസ് നോക്ക്. ഈസ്റ്റ് എവിടെയാ? ഈസ്റ്റ് ഈ ഭാഗത്തോട്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞത് ഈസ്റ്റിലല്ലേ പറഞ്ഞു? അപ്പൊ ഈസ്റ്റ് തന്നെ സാർ. അപ്പൊ തെറ്റിപ്പോയി, സോറി. കുറച്ച് പറഞ്ഞു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അത് കണ്ടുപിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഇതേപോലെ ഇതെടുത്ത് വെച്ച് നിങ്ങളെ ക്ലാരിഫൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും ചെയ്യാത്തത് കാരണം നിങ്ങൾ അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്ത് നോക്ക്. ഫസ്റ്റ് 0 ഡിഗ്രി ഏതൊക്കെ കൺട്രീസിലൂടെ പാസ് ചെയ്യുന്നു, അത് മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം അത് എവിടെയാണ് വരുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് എത്ര ഡിഗ്രിയിലാണ് ഇന്ത്യ വരുന്നത് എന്നുള്ള കാര്യവും നോക്കുക. കേട്ടോ? ഓക്കെ, അപ്പോ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് അതുള്ളത്. നിങ്ങൾക്ക് ഇത് വെച്ച് ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് 1 ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ലോഞ്ചിറ്റ്യൂഡ് 1 ഡിഗ്രി പോകുമ്പോൾ എത്ര മിനിറ്റ് നമ്മൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുക, അതായത് എത്ര മിനിറ്റ് നമ്മുടെ ക്ലോക്കിലെ എത്ര മിനിറ്റ് ആണ് ഇത് 1 ഡിഗ്രി കറങ്ങാനായിട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യം. 4 മിനിറ്റ്സ്. അത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് അത് ആവശ്യമില്ല. ഓക്കെ ഓക്കെ, അപ്പോ എവിടെ പോയി? Observe the globe and identify major latitudes and their values in degrees. അപ്പോ അത് ഞാൻ പറഞ്ഞു തന്നു. മേജർ ഡിഗ്രീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഏതൊക്കെയാ? എടാ, നമ്മളപ്പോ ഇതില് നമ്മള് മേജർ ലാറ്റിറ്റ്യൂഡ്സും അതിന്റെ വാല്യൂസും നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാ? സിയാൻ, മേജർ ലാറ്റിറ്റ്യൂഡ്സ്. ബ്രഹ്മൻ, മേജർ ലാറ്റിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കാനാ? അല്ല, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു മേജർ ലാറ്റിറ്റ്യൂഡ്സും അതിന്റെ ഡിഗ്രീസും എത്രയാണെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? അതിന്റെ പേരുകളൊക്കെ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? അന്റാർട്ടിക് സർക്കിളാ, ആർട്ടിക് സർക്കിൾ, അങ്ങനെ അത് വേറെ ഏതൊക്കെ? ശരി തന്നെയാ. ഗ്രീൻവിച്ച്, ട്രോപ്പിക്കോൺ, കാപ്രിക്കോൺ, ഇതൊക്കെ തന്നെയാ. 66ഉം നമ്മുടെ അടുത്ത് 23യും 0, 23, 66, 90 ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഓർത്ത് വച്ചിരിക്കുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എക്സാമിന് കുറച്ച് വട്ടുപിടിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. റെഡിയാക്കാം. Okay, have you noticed the lines drawn perpendicular to the latitude and join in the north and south poles? അപ്പൊ അതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയും. These lines are called longitudes. Imaginary semicircles that join north and south poles are called what? Longitudes. അപ്പോൾ നമ്മൾ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്, അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുക. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിയത്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഐഡന്റിഫൈ ദ മേജർ ലോഞ്ചിറ്റ്യൂഡ് സച്ച് ആസ് 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓക്കെ, നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ ഗ്ലോബ് ഉണ്ടോ? ആരുടെയും വീട്ടിൽ ഗ്ലോബ് ഉണ്ടോ? ഇല്ല. സിയാന്റെ വീട്ടിലുണ്ടെന്ന് തോന്നുന്നു. സിയ ഒരിക്കൽ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിയാൻ, അത് കൊടുത്തിട്ടല്ലേടാ അവൻ മറ്റേ കാർ വാങ്ങിച്ച മിഥുലിന്റെ കയ്യിൽ നിന്ന്. അത് കൊള്ളാലോ പരിപാടി. സിയാനെ ഗ്ലോബ് ഉണ്ടോടാ? അത് കളഞ്ഞി.
ഓ കളഞ്ഞത് അത് നീ അത് കൊച്ചു ഗ്ലോബ് ഇത്രേ ഉള്ളൂ. സോ അപ്പൊ ഇതില് നമുക്ക് 0° ലോഞ്ചിറ്റ്യൂഡും 180° ലോഞ്ചിറ്റ്യൂഡും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് പ്രത്യേകിച്ചും അത് ഏതൊക്കെ കൺട്രീസിലൂടെ പാസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. എല്ലാരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചേ. ബ്രഹ്മൻ, സിയാൻ, ആദിത്യ, ദിലീപ്, ഇവിടെ വീഡിയോ ഓൺ ചെയ്ത് വെക്കട. നിങ്ങൾക്ക് എവിടെയാ പോകുന്നത് ഇതിന്റെ ഇടയ്ക്ക്? ആദിത്യ, ഓക്കെ. അപ്പോ ഇത് 0° ലോഞ്ചിറ്റ്യൂഡും അല്ലെ 180° ലോഞ്ചിറ്റ്യൂഡിലും പോകുന്ന കൺട്രീസിന്റെ പേര് അത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. ഹോംവർക്ക് ആണേ. 0° ലോഞ്ചിറ്റ്യൂഡിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? ഗൂഗിൾ ചെയ്താൽ മതി, കിട്ടും കേട്ടോ. അറ്റ്ലസ് ഉള്ളതുകൊണ്ട്. ഓക്കെ. സാർ ഈ ഗ്രീൻവിച്ച് ലൈൻ ക്രോസ് ചെയ്യണതാ അതോ ഇക്വേറ്റർ ക്രോസ് ചെയ്യണതാ? ഗ്രീൻവിച്ച്, അതായത് ഗ്രീൻവിച്ചും 180°. അതായത് 0° ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരുന്നതാ ഗ്ലോബ്. അതെ, ആ ഗ്ലോബിന്റെ ഒരു റൗണ്ട്. അപ്പൊ അത് ഏതൊക്കെ കൺട്രീസ് ആണെന്നുള്ള കാര്യം കണ്ടുപിടിക്കും. നമ്മുടെ ഗ്ലോബില് ഏതൊക്കെ കൺട്രീസിലൂടെയാണ് ഈ 0° ലോഞ്ചിറ്റ്യൂഡും അതുപോലെ 180° ലോഞ്ചിറ്റ്യൂഡും പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. ഓക്കെ. ഇനി ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചു മുമ്പ് തന്ന വർക്ക് ഇതാ കിടപ്പുണ്ട്. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് എ ഗ്ലോബ് ആൻഡ് ഐഡന്റിഫൈ ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് ബിറ്റ്വീൻ വിച്ച് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ലോഞ്ചിറ്റ്യൂഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അടുത്തിന് ഞാൻ ഇതുകൂടെ തരുന്നു, ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഏതൊക്കെ ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണ് ഇന്ത്യ വരുന്നത്? അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലുണ്ട്. അത് ഇന്ത്യയിലൂടെ കടന്നു പോകണം. ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, അതൊക്കെ പോട്ടെ. പക്ഷെ നമുക്കിവിടെ നോക്കേണ്ടത് ഇന്ത്യ ഏതൊക്കെയോ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ഏതൊക്കെയോ ലോഞ്ചിറ്റ്യൂഡ്സിന്റെയും ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഇടയ്ക്കാണുള്ളത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യ വരച്ച ശരിയാവത്തില്ല, എന്നാലും എങ്ങനെയാണ് ഇന്ത്യ ഇരിക്കും? വേണ്ട, കുളമാക്കണ്ട. ഞാൻ വരയ്ക്കാം സാർ. വരച്ചേ. ഏതിലിറക്ക്? ഇതില് അല്ല, സ്ക്രീനിൽ വരയ്ക്കാം. ഒരു കുഞ്ഞ് ഇന്ത്യ മതി. സാർ ആ പടം കൊള്ളാം കേട്ടോ, എനിക്കൊന്നും കൂടെ വരച്ചു തരണേ. നീ അടുത്ത് എന്നെ ട്രോളാൻ തുടങ്ങിയല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ഇത് ഫുള്ള് വരച്ച് തീർന്നാലേ, ഒരു വര കംപ്ലീറ്റ് ആയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരിക്കൽ കൈ എടുത്ത് കഴിയുമ്പോഴേ നമുക്ക് ആ ലൈൻ കൂടെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വരയ്ക്ക്. സാർ ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത്. ബാക്കി കുഴപ്പമില്ല, എങ്ങനെയും വരച്ചാൽ മതി. കംപ്ലീറ്റ് നോക്കട്ടെ. എടാ ജീവ, അതെന്തോടാ ഇത്? നിന്റെ അറ്റ്ലസ് ആണോ മാപ്പ് ആണോ? അറ്റ്ലസ് ആണോ? അറ്റ്ലസ് ആണ്. അറ്റ്ലസ് ആണല്ലോ. ഓക്കെ, അപ്പൊ അറ്റ്ലസ് ഉണ്ടെങ്കിൽ എളുപ്പമാ. അതില് നോക്കേണ്ട ഇത്രേ ഉള്ളൂ. വൈഷ്ണവ് വരച്ചു കഴിഞ്ഞോ? പറ്റുന്നില്ല. ഓക്കെ,
ഓക്കെ, ഇത് തൽക്കാലം ഇന്ത്യ എന്ന് കൺസിഡർ ചെയ്തല്ല. ഇതൊക്കെ പ്രേതം പറക്കണ പോലെ ഇരിക്കുന്നു. അത് എന്റെ ഇന്ത്യ, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആകാശഗംഗ 2 പ്രേതത്തിന് പോലെ സാർ. അതെന്താ പ്രേതം ഇങ്ങനെ പറന്നു വരും പോലെ തൊപ്പി ഇടി. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഇത് കിടക്കട്ടെ. അപ്പോ വരുന്നോ? അപ്പൊ നമുക്ക് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, ഇതിപ്പോ ഇന്ത്യ ആണെന്ന് വയ്ക്കുക. ഈ പോയിന്റ് ഇന്ത്യയുടെ ഈ ഇപ്പുറത്തെ അറ്റവും ഇപ്പുറത്തെ അറ്റവും ഇത് എത്ര ഡിഗ്രി ആണെന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ ഇവിടെ മുകളിലും താഴെ എത്ര ഡിഗ്രി ആണെന്നുള്ള കാര്യം നോക്കുക. അപ്പോ ഈ പോയിന്റ് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡിഗ്രി സൗത്ത് എന്നോ ഇത്ര ഡിഗ്രി ഈസ്റ്റ് എന്നോ ഇപ്പൊ ഒരു 82 ഡിഗ്രി ഈസ്റ്റ് എന്ന് കിട്ടുമ്പോൾ ഓക്കെ 82 ഡിഗ്രി ഈസ്റ്റ് എന്നോ എന്തെങ്കിലും ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വെസ്റ്റ് എന്നോ ഉണ്ടെന്ന് വെക്കുക. അപ്പോ അതപ്പോ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് ആയി. അടുത്ത ലാറ്റിറ്റ്യൂഡ്സ് എത്ര എന്റെ ഇടയ്ക്കാ? അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്ര വരുമെന്നുണ്ട് ആരും നോക്കുക. ഒരു 8 ഡിഗ്രി ഇവിടെയും ഒരു 20 ഡിഗ്രി ഇവിടെയും ഒന്ന് കൊടുക്കും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് ഏതൊക്കെ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡ്സിന്റെ ഇടയ്ക്കാണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഏതൊക്കെ ലോഞ്ചിറ്റ്യൂഡ് 68 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡും 82 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണെന്ന് വെക്കുക. അതിന്റെ 68 ഡിഗ്രി കറക്റ്റ് തന്നെ. ഇത് 82 ഡിഗ്രി എന്ന് പറയുന്ന നടുക്കൂടെ പോകുന്നു. നമ്മുടെ സ്റ്റാൻഡേർഡ് ലൈനാണ് 82 ഡിഗ്രി. നോക്കിയോ സംശയം ഉണ്ടെങ്കിൽ. ഇതേതാ 98 ആണോ പറഞ്ഞേ? ഇതില് കാണാൻ പറ്റണോ? ഇല്ലടാ, പറഞ്ഞാ മതി. സാറി ഇത് കറക്റ്റ് അവസാനിക്കുന്ന സ്ഥലത്ത് എഴുതിയിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് അതിന്റെ അടുത്തുള്ള വാല്യൂ പറഞ്ഞേ. അതിന്റെ തൊട്ട് അടുത്തുള്ള വാല്യൂ പറഞ്ഞേ. 92 ഡിഗ്രി ഈസ്റ്റ്. 92. ഓക്കെ, അത് എത്രയാ കൊടുത്തിട്ടുള്ളേ? എടാ 98 വരും കേട്ടോ അവിടെ. എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞില്ല, അത് 98 വരാനാണ് സാധ്യത കൂടുതൽ. 98, അതായത് ഇതിന്റെ നമ്മളൊരു സ്റ്റാൻഡേർഡ് നമുക്കത് 82 ഡിഗ്രി ആണ്. 82.5 ആണെന്ന് തോന്നുന്നു അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈം ലൈൻ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഏത് ഭാഗത്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ഇത് 0 ഡിഗ്രിയിലുള്ള കൺട്രീസ് ഏതെന്ന് കണ്ടുപിടിക്കുക. ഇത് 180 ഡിഗ്രിയിലുള്ള കൺട്രീസ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, എടാ അത് നീ പതുക്കെ പഠിച്ചാലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഡിഗ്രിയിലുള്ള കൺട്രീസ് കണ്ടുപിടിക്കണോ? ഫസ്റ്റ് 0 ഡിഗ്രിയിലുള്ള കൺട്രീസ്. ഇപ്പോ വെയിറ്റ് 0 ഡിഗ്രിയിലുള്ള ഇത് കൺട്രീസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലോട്ട് പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് പാസ് ചെയ്യുന്ന കൺട്രീസ് കണ്ടുപിടിക്കുക. 0 ഡിഗ്രിയുടെ കണ്ടുപിടിക്കണം, 180 കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത് ഇന്ത്യ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും കണ്ടുപിടിക്കുക. 0 ഡിഗ്രി ടു 180 ഡിഗ്രി. അതെ, അതിൽ ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ, അല്ല എങ്കിൽ അത് എത്ര ഡിഗ്രി. അപ്പൊ എത്ര ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലും എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന്റെ ഇടയ്ക്കാണ് ഇന്ത്യ വരുന്നത് എന്നുള്ള കാര്യവും കണ്ടുപിടിക്കുക. കേട്ടോ? ചിലപ്പോ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അല്ല എങ്കിൽ മാപ്പോ ഇതോ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് തന്നെ നോക്കി കണ്ടുപിടിക്കുക. ഒരല്പം പ്രയാസം തോന്നിയാലും അത് കാര്യമാക്കണ്ട, അത് തന്നെ നോക്കി കണ്ടുപിടിക്കുക. കേട്ടോ? അവർക്കെന്ന് പറയുന്നത്
മാപ്പ് ഉണ്ടല്ലോ, അത് പോയി കണ്ടുപിടിക്കും. മാപ്പ് വേൾഡ് മാപ്പ് ഉണ്ടോ? വേൾഡ് മാപ്പ് ഇല്ല. വേൾഡ് മാപ്പ് ഉണ്ട് സർ. ഓക്കെ, അപ്പൊ അറ്റ്ലസിലുണ്ട്. അറ്റ്ലസ് ഉണ്ടെങ്കിൽ അറ്റ്ലസ് ഒന്നും ഇല്ലാത്തവര് ഇത് ഏതെങ്കിലും മാപ്പ് ഗൂഗിൾ ചെയ്ത് ഏതെങ്കിലും മാപ്പ് എടുത്തിട്ട് കണ്ടുപിടിക്കുക. അല്ലാതെ ജസ്റ്റ് ഇന്ത്യയുടെ മാപ്പും കേരളത്തിന്റെ മാപ്പും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ മാപ്പിൽ ചിലപ്പോഴേ കാണത്തുള്ളൂ അത് പ്രോപ്പർ ആയിട്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഗൂഗിൾ ചെയ്യുക, വേൾഡ് മാപ്പ് എടുക്കുക, വേൾഡ് മാപ്പിന്റെ ഒരു HD പിക്ചർ എടുക്കുക, പിക്ചർ എടുത്തതിന് ശേഷം നോക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടുപിടിക്കരുത്. എങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ഹൗ ഇൻ വാട്ട് ഡിഗ്രി ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡ് ഈസ് ക്രോസിങ് അങ്ങനെയൊന്നും കൊടുത്ത് ഇത് നമുക്ക് ആ ഒരു എക്സാക്ട് വാല്യൂ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് മാപ്പ് എടുത്തതിന് ശേഷം അത് വെച്ച് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കും ഏതൊക്കെ കൺട്രീസ് പോകുന്നു എന്നുള്ള കാര്യമെല്ലാം അതിൽ കൂടെ നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പിന്നീടായാലും പ്രയോജനപ്പെടും. അല്ല നിങ്ങൾ വെറുതെ ഇത് ഗൂഗിൾ പറഞ്ഞു തരുന്ന ആൻസർ കൊടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് അവിടുത്തെ വർക്ക്. ഇനി ഓക്കെ, നമ്മളപ്പോ ജസ്റ്റ് ഒരു സൈനിന്റെ ആ ഒരു ഇത് പറഞ്ഞാണ് നമ്മൾ ഇത്രയും അങ്ങ് പോയത്. ഇനി ബാക്കിയുടെ ഓക്കെ, അപ്പൊ അതുകൂടെ എടുത്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. അതാണ് എടേ, വീഡിയോ ഓൺ ആക്കടേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. അപ്പോ ഓരോ സൈൻസ് ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ലൈക്ക് മൗണ്ടൻ, പ്ലേറ്റ്യൂ, പ്ലെയിൻസ്, വാട്ടർ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതാ. അപ്പൊ ഇത് റൂട്ട് അല്ലെങ്കിൽ സെറ്റിൽമെന്റ്, അഗ്രികൾച്ചറൽ ലാൻഡ് ഏത്, അല്ലെങ്കിൽ മിഡ് ലാൻഡ് ഏത്, ലോ ലാൻഡ് ഏത്, ഹൈലാൻഡ് ഏത്, അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് കളേഴ്സ് ആണ് അത് അവർ യൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും പറഞ്ഞതാണ്. They are using international accepted colors, signs and maps. Okay. International accepted colors, signs and symbols. അതായിരിക്കും അവർ യൂസ് ചെയ്യുക. അല്ലാതെ അവരൊരിക്കലും നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം അവർ ചൂസ് ചെയ്യത്തില്ല. ഇന്റർനാഷണലി അവർ പറയും ഇത് മിഡ്ലാൻഡിനാണെങ്കിൽ ഇന്ന കളർ, ഗ്രീൻലാൻഡിനാണെങ്കിൽ ഇത് ലോലാൻഡിനാണെങ്കിൽ ഇന്ന കളർ എന്നുള്ള കാര്യം അവർ പറയും. അതിനനുസരിച്ചായിരിക്കും നമ്മളത് ചൂസ് ചെയ്യുക കേട്ടോ. ഒബ്സർവ് ദ മാപ്സ് ഇൻ യുവർ സോഷ്യൽ സയൻസ് ലാബ്. അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഐഡന്റിഫൈ ദ കളേഴ്സ് ആൻഡ് സൈൻസ് യൂസ്ഡ്. അപ്പൊ നമ്മുടെ മാപ്പിലും ഇപ്പൊ അറ്റ്ലസ് ഇപ്പൊ ജീവനൊക്കെ സൂപ്പറായിട്ട് നോക്കാൻ പറ്റും. ഇതിടെ പല പല മാപ്സ് എടുക്കുക, അതിലുള്ള പല പല മാപ്സും എല്ലാം നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഓരോന്നിലും ഏതൊക്കെ കളർ ആണെന്നുള്ള കാര്യം നോക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു 1-2 മാപ്പ്. എന്താടാ? ഇന്ത്യക്ക് പിങ്ക് ആണ്. അത് ഓരോ മാപ്പിലും ഓരോ ഡിഫറെന്റ് ആയിട്ടിരിക്കും. ഓരോ മാപ്പിലും ഓരോ വ്യത്യാസം വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കളറാവും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇക്കോണമി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കളറാവും. അപ്പൊ ഓരോ മാപ്പ് എടുക്കുമ്പോഴും ഓരോ കളറ് അത് ചേഞ്ച് ആയി തന്നെ വരും. ഇപ്പൊ നീ പറഞ്ഞ നേരത്തെ പിങ്ക് ആണോന്ന്, ഇപ്പൊ ഇതിൽ നോക്കി ഇതിലാണെങ്കിൽ വേറെ കളറാണ്, ചുവപ്പ് കളറൊക്കെ. അപ്പൊ ഓരോ മാപ്പ് എടുക്കുമ്പോഴും അതിൻ്റെതായ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്. അടുത്ത് ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിങ്. അപ്പൊ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാ. അപ്പൊ ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ എന്തൊക്കെ അതിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം. ഇൻഡെക്സ് ഈസ് ദ കീ ടു മാപ്പ് റീഡിങ്. ഇൻഡെക്സ് റെപ്രസെന്റ് ദ കളേഴ്സ് ആൻഡ് സൈൻസ് ഓൺ മാപ്സ്. അപ്പോൾ ഇൻഡെക്സ് യൂസ് ചെയ്ത് നമുക്ക് അതിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഇതിൽ നോക്കുക, മാപ്പിൽ നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് ഒരു മാപ്പ് എടുക്കുക, എന്നിട്ട് അതിൽ നോക്കിയാൽ മതി. മാപ്സ് prepared using the above elements are accurate and clear. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാപ്പ് എന്ന് പറയുന്നത് അത് ഒരു ആക്യുറേറ്റും ആയിരിക്കും, അത് ക്ലിയറും ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള അറ്റ്ലസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഗ്ലോബ്, നമ്മൾ 3D ഗ്ലോബ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ കറക്റ്റ് ആ ഗ്ലോബിന്റെ കേട്ടില്ല. ഗ്ലോബ് കേട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അതായത് ഇത് ഈ ഗ്ലോബ് ഇതിൽ നോക്കുന്ന ആൾക്കാര്, നമ്മുടെ ഇതില് ഗൂഗിളിൽ നോക്കുന്ന ആൾക്കാര് 3D ഗ്ലോബ് സെർച്ച് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആ ഗ്ലോബ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇതിനൊക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കറക്കി നോക്കാൻ പറ്റും.
അത് എൻലാർജ് ചെയ്ത് നമുക്ക് ഓരോ കൺട്രീസും ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റും. കുറച്ചുകൂടെ വ്യക്തത കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കുക. So maps prepared using the above elements are accurate and clear. We have discussed in this chapter the history of maps, its users and essential elements. You can utilize this information in your day-to-day life. അപ്പോൾ ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കി, ഇതിനെ ഓരോ മാപ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി, ലോഞ്ചിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, സ്കെയില്, എല്ലാ കാര്യങ്ങളും, ഇൻഡെക്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് അവിടെ നോക്കി. So maps have summary നോക്കിയോ, maps have great importance in this modern era. Various types of maps are used in different fields. ഓരോന്ന് എല്ലാത്തിനും കൂടെ നമ്മൾ ഒരു മാപ്പ് അല്ല യൂസ് ചെയ്യുന്നത്, ഓരോന്നിനും ഓരോ മാപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Map making has reached the present stage after passing through various stages of development. അപ്പോ പണ്ടത്തെ ആൾക്കാർക്കാണെങ്കിൽ അവര് പലരും ഭയങ്കരമായിട്ട് സഫർ ചെയ്തിരുന്നു ഓരോ മാപ്പ് ഉണ്ടാക്കാനും എല്ലാത്തിനും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വന്നപ്പോൾ മാപ്പിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഓക്കെ, അപ്പോ the history of making map making is as old as civilization. അപ്പൊ പണ്ട് മനുഷ്യർ ജീവിച്ചു തുടങ്ങിയ ആ കാലം തൊട്ട് തന്നെ മാപ്പുകളുടെ ഇമ്പോർട്ടൻസ് മാപ്പ് അവര് ഉണ്ടാക്കി തുടങ്ങിയിരുന്നു. Title, scale, direction, latitudes and longitudes, conventional signs and symbols and index are the essential elements of maps. അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബ്രഹ്മൻ ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചു തരാം. എന്റെ ഈ മാപ്പിലുണ്ട് ഈ ഒരു മാപ്പിന്റെ സൈഡില് മീറ്റേഴ്സ് കൊടുത്തിട്ട് ഒരു ഡാർക്ക് റെഡിന് ഈ 3500, പിന്നെ ഒരു ഓറഞ്ച് 3000 ഈ മാപ്പില് അതില് അതിന്റെ സൈഡിൽ ഈ ഇൻഡെക്സ് ഇല്ലേ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെ അങ്ങനെ വരും. അതെ, അത് അത് ഓരോ മാപ്പ് എടുത്ത് നോക്കിയാലും, നമ്മളിപ്പോ ഏത് മാപ്പ് എടുത്ത് നോക്കിയാലും നമുക്ക് അതിൽ ഇൻഡെക്സ് ഇല്ലാത്ത ഒരു മാപ്പ് നമുക്ക് അതിൽ കിട്ടത്തില്ല എന്ന് പറയാൻ കാര്യം, എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു മാപ്പ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിപ്പോ ഇന്ത്യയുടെ മാപ്പാണല്ലോ, ഇന്ത്യയുടെ മാപ്പാണ്. അപ്പൊ അതില് ഇതിപ്പോ റെയിൽവേയുടെ മാപ്പാണ് കേട്ടോ, ഇന്ത്യൻ റെയിൽവേയുടെ മാപ്പ്. അതിന്റെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നോക്കി ഏറ്റവും താഴെ നോക്കി ഇൻഡെക്സ് കണ്ടോ, ഇതിൽ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ള ഇൻഡെക്സ് അവർ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതില് ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഡയറക്ഷനോ ഇവിടെ കാണൂടാ. ഇത് ഞാനും അറ്റ്ലസിൽ നോക്കി, നോക്കിയിട്ട് ഒരിടത്തും കണ്ടില്ല. ആക്ച്വലി ഇതെന്തെന്നറിയാവോ, ഇത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു മാപ്പ് അല്ലേ, അല്ലെങ്കിൽ ഫിസിയോഗ്രാഫിക്കൽ മാപ്പോ അങ്ങനെ ഏതെങ്കിലും എടുത്ത് നോക്കുക, അതിനാണ് ഡയറക്ഷൻ അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ നമുക്ക് ഏത് തന്നെയായാലും നോക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം നോർത്ത് ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും ഇവര് ആ ഒരു എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ മാപ്സിൽ ഉണ്ട്, എവിടെ കൊടുത്തിരിക്കും എന്നുള്ള ഒരു കാര്യം. ഇപ്പോ ഇവിടെ വേറെ ഏതെങ്കിലും മാപ്പ് എടുത്ത് നോക്കിയേ, അതില് കാണിക്കുന്നുണ്ടോ നോർത്ത് ഏതാണെന്നുള്ള ആരും കാണിക്കുന്നുണ്ടോ നോക്കിയേ. ഇതിന്റെ സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, ഡയറക്ഷൻ കൊടുത്തിട്ടില്ലേ? ഇല്ല. ഓക്കെ, പക്ഷെ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അത് എത്ര ഡിഗ്രി നോർത്ത്, എത്ര ഡിഗ്രി അതിന്റെ ഇത് കൊടുത്തിട്ടുണ്ടോ നോക്കുക. നമ്മുടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അങ്ങനെ എന്തെങ്കിലും വര വരച്ചിട്ടുണ്ട്, പക്ഷെ കൊടുത്തില്ല, മെഷർമെന്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, വര വരച്ചിട്ടുണ്ടോ? അതോടെ അതിന്റെ അറ്റത്തോ കൂടാ ഇല്ലടാ, വര എഴുതിയിട്ടൊന്നും ഇല്ലടാ. ഗൂഗിളിന്റെ മാപ്പിൽ അത് കാര്യമാക്കണ്ട. പക്ഷെ ഈ ഒരു മാപ്പിൽ നമുക്ക് യൂഷ്വലി നമുക്കിത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്.
ഇതിപ്പോ നോർത്ത് ഏത് സൗത്ത് ഏത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഇതിൽ തന്നെ ഒരു കേരളത്തിന്റെ മാപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തു അതിൽ കറക്റ്റ് ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. ഇതില് കേരളത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെയോ കേരളത്തിലുണ്ട് സാർ, ഡയറക്ഷൻ ഉണ്ട്. നോർത്ത് മാത്രം, നോർത്ത് മാത്രം. പക്ഷെ ഇന്ത്യയുടെ കൊടുക്കാത്തതിന് കാരണം ഇത്രേ ഉള്ളൂ. ഇന്ത്യക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഈ ഒരു ഡയറക്ഷൻ ആണ്, മുകളിൽ നോർത്ത്, താഴെ ഇത് സൗത്ത് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ ബാക്കിയുള്ളത് നമ്മൾ ഏത് ഷേപ്പിൽ എടുക്കുന്നു എന്നുള്ളതൊക്കെ വ്യത്യാസമാണ്. ഇത് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഇത് നോർത്ത് ആണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അവർ കൊടുക്കാത്തത് കേട്ടോ. അപ്പോ അത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സമയം എത്രയായി?